എന്നത് പറയാൻ പറ്റുകയല്ല. ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുക. ഞാനും ഇടതുപക്ഷക്കാരനാണ്, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതുപോലെ പഞ്ചായത്ത് വികസനം എന്ന് പറയുന്നത് മുരടിപ്പാണ്. കാരണം MLA ഫണ്ട് ഉപയോഗിച്ചിട്ട് ഇവിടെ കണ്ടില്ലേ ഒരു സ്റ്റാൻഡിന്റെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാണത്തില്ലേ? കണ്ടില്ലേ ഈ റോഡൊക്കെ കിടക്കുന്നത് എല്ലാം നല്ല ഇതായിട്ടാണോ കിടക്കുന്നത്? മുഴുവനും കുഞ്ഞും കുഴിയുമായിട്ടാണ് കിടക്കുന്നത് മുഴുവനും. പിന്നെ പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ കേന്ദ്രമുണ്ട്, ആരോഗ്യ പ്രാഥമിക കേന്ദ്രം. അവിടെ വേണ്ടത്ര സൗകര്യങ്ങളും ജോലിക്കാരുടെ കുറവ്, ഡോക്ടർമാരുടെ കുറവ്, ആംബുലൻസ് ഇല്ല. ഏറ്റവും നല്ല വികസനം നടന്നിട്ടുള്ള വാർഡെന്ന് പറയുകയാണെങ്കിൽ വാർഡ് എത്രാം നമുക്കറിയില്ല, വായ്പയിലേറിയ ഒക്കെ നല്ല ഇതാണ്. വാർഡ് എത്രാം ഇപ്പം ഈ വാർഡുകളൊക്കെ കൂടിയ സമയം എത്രാം വാർഡാണ്. ഈ പിന്നെ 8ാം വാർഡിലേക്ക് അവരൊന്നും ചെയ്തില്ല. അവർ പറയാൻ ഞങ്ങൾ വോട്ട് കാശ് കൊടുത്ത് വാങ്ങിച്ചതാണെന്നാണ്. ഒറ്റ ഇതിലാണ് അവർ നല്ല ഇതാണ്. കുഴപ്പമൊന്നുമില്ല. പിണറായി സർക്കാർ തന്നെ അധികാരത്തിൽ വരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം ഭരണം മഹാമോശമാണ്. പിന്നെ 6ാം വാർഡിലെ മെമ്പറാണ് ഇപ്പോൾ ഇവിടെ മുൻപന്തി നിൽക്കുന്നത്. ഒരു മെയിൻ്റെനൻസ് തരാമെന്ന് പറഞ്ഞിട്ട് പോലും ലാസ്റ്റ് എന്താ പറയുകയാണ്, എനിക്ക് മീൻ വളർത്താൻ പറ്റും തരാമെന്ന് 5 സെൻറ്റ് സ്ഥലത്തിന് അത് വെള്ളം പോലും ഇല്ലാതെ കിടക്കുന്നു. ഞാൻ കേരളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് അങ്ങനെ നീങ്ങുകയാണ്. അതിന്റെ ഭാഗമായി കോട്ടാങ്ങൽ പഞ്ചായത്തിലെ കഴിഞ്ഞ 5 വർഷത്തെ വികസനങ്ങളെക്കുറിച്ച് ജനങ്ങൾ പ്രതികരിക്കുകയാണ്. വികസനങ്ങൾ നടന്നിട്ടുണ്ടോ, അതല്ലെങ്കിൽ അഴിമതികളുടെ കൂമ്പാരമാണോ നടന്നിട്ടുള്ളത്? വികസന കാഴ്ചപ്പാടുകൾ തുറന്നു പറയാൻ മടിക്കുന്നത് ആരാണ്? വികസനങ്ങൾ പേപ്പറിൽ മാത്രം ഒതുങ്ങിയിട്ടുണ്ടോ, അല്ലെങ്കിൽ വികസനങ്ങളുടെ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു കഥകളാണോ ഈ നാടിന് പറയാനുള്ളത്? കോട്ടാങ്ങൽ പഞ്ചായത്തിലെ ജനങ്ങൾക്കും ചിലത് പറയാനുണ്ട്. ഇവിടെയുള്ള വികസനങ്ങളെക്കുറിച്ചും ഇവിടെ നടത്തിപ്പോയിട്ടുള്ള വികസന കാഴ്ചപ്പാടുകളും വികസനേതര പ്രവർത്തനങ്ങളെക്കുറിച്ചും. എന്താണ് നിലവിൽ കോട്ടാങ്ങൽ പഞ്ചായത്തിന്റെ ഒരു നിലവിലത്തെ അവസ്ഥ? ഇപ്പോൾ നിലവിലത്തെ അവസ്ഥയെന്ന് പറയുമ്പോൾ ഈ പഞ്ചായത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനം നടക്കാനുമുണ്ട്. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഒട്ടേറെ വികസനങ്ങൾ ഇവിടുത്തെ MLAയുടെ ഫണ്ടിൽ നിന്നും ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അടക്കമുള്ള സാമ്പത്തികം കോട്ടാങ്ങൽ പഞ്ചായത്തിൽ വിനിയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും തുടർന്നും ഈ പഞ്ചായത്തിന് ഒട്ടേറെ വികസനം നടക്കാനുണ്ട്. ചെറിയ റോഡുകൾ, അതുപോലെ തന്നെ കുടിവെള്ളത്തിൻ്റെ പദ്ധതികൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയാകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഉൾപ്പെടെയുള്ള ജലജീവൻ മിഷൻ്റെ ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഇപ്പോൾ പഞ്ചായത്ത് രാജ്യമാണല്ലോ, അത് കഴിഞ്ഞ് വരുന്ന സർക്കാരുകൾ ആരായിരുന്നല്ലോ, പഞ്ചായത്ത് ആര് ഭരിച്ചെന്ന് പറഞ്ഞാൽ കോട്ടാങ്ങൽ പഞ്ചായത്തിൻ്റെ വികസനമാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഒരു വർഷത്തെ ഉണ്ടാക്കിയിട്ടിട്ട് കിടക്കുന്നുണ്ടോ? പിന്നെ അടുത്തത് അതിലൊക്കെ ഉപരി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ചുങ്കപ്പാറ അന്ധകാരത്തിൽ ഞാൻ തന്നെ ഒത്തിരി പരാതി കൊടുത്തിട്ടുള്ള, പത്രത്തിലും എല്ലാം കൊടുത്തിട്ടുള്ള, യാതൊരു പ്രയോജനമില്ല. പഞ്ചായത്തെന്ന് പറഞ്ഞാൽ എന്നത് പറയാൻ പറ്റുകയല്ല. ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുക. ഞാനും ഇടതുപക്ഷക്കാരനാണ്, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതുപോലെ പഞ്ചായത്ത് ഭരണം ഞാൻ പ്രസിഡന്റുമായിട്ട് നേരിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള. ആദ്യം ഇവിടെ ഈ വെട്ടം, ഇവിടെ സന്ധി കഴിയുമ്പോൾ ഇവിടെ വരണം. വെട്ടം എന്ന് പറയുന്ന സാധനമില്ല, കവല അന്ധകാരമാണ്. ഞാൻ പല പ്രാവശ്യം ഞാൻ നേരിട്ട് പോയി പറഞ്ഞ്, അല്ലാതെ പരാതി പത്രത്തിൽ വരെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനകത്തൊക്കെ കൊടുത്തിട്ടുണ്ടാ കാര്യം. ഇത് കണ്ടാൽ ഇതങ്ങ് ശരിയാക്കുമ്പോൾ പറയാം. പഞ്ചായത്ത് പറയാം ഉടനെ ഇത് കൊട്ടേഷൻ വെച്ചിട്ടുണ്ടെന്ന്. ആദ്യം ഇവിടെ മനുഷ്യന് വെട്ടവും വെളിച്ചവും ഇതുള്ള, പിന്നെ ഇത് കണ്ടില്ല കിടക്കുന്നുണ്ടോ? ഇനിയും വെള്ളം കുടിക്കാനായിട്ട് ഇപ്പോൾ അങ്ങനെ കുറേ ആധികാരികമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഞങ്ങൾക്ക് അതുപോലുള്ള ബുദ്ധിമുട്ട് എന്നാന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രശ്നങ്ങളിലൊന്നും ഇടപെടുന്നു. ഇത് കാട് പിടിച്ച് കിടക്കുന്നുണ്ടോ? ഇത് കണ്ടോ വൃക്ഷങ്ങളൊക്കെ നിൽക്കുന്നുണ്ടോ? ഒക്കെ പിന്നെ ഞാൻ ഇടയ്ക്ക് പറഞ്ഞ ഇതിനകത്ത് ഇതിൽ നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുമെങ്കിൽ അതങ്ങ് മാറ്റിയേക്കട്ടെ. ഇത്ര ഇതായിട്ട് പറഞ്ഞ കാര്യം ഒരു കാര്യവും നടക്കുന്നില്ല. അതുപോലെ തന്നെ തെരുവുനായ ശല്യം കൂടുതൽ. 8ാം വാർഡാണ്. 8ാം വാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കോട്ടാങ്ങൽ പഞ്ചായത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമാണ് ഈ ചുങ്കപ്പാറ എന്ന് പറയുന്നത്. അത് 8ാം വാർഡ് സ്റ്റാൻഡ് ഉൾപ്പെടെയായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. വികസനം എന്ന് പറയുന്നത് മുരടിപ്പാണ്. കാരണം MLA ഫണ്ട് ഉപയോഗിച്ചിട്ട് ഇവിടെ കണ്ടില്ലേ ഒരു സ്റ്റാൻഡിൻ്റെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാണത്തില്ലേ? അത് നിങ്ങൾക്ക് അത് കാണാമല്ലോ. അതെന്ത് ഗുണമുണ്ട്? ഒരു ഗുണമില്ലാത്ത ഒരു വെയിറ്റിംഗ് ഷെഡ്. മഴ വന്നാൽ അതിൻ്റെ അകത്ത് ഇരിക്കത്തില്ല, നനയും, എരിച്ചിലടിച്ച് നനയും 2 സൈഡിൽ. ഇവിടെ
ഒരു വികസനവും നടക്കാത്ത ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് 8-ാം വാർഡിൻ്റെ പ്രധാന ഒരു റോഡാണ് സീക്കർ റോഡ്. സീക്കർ റോഡിൽ ഒരു ടെൻഡറൊക്കെ കഴിഞ്ഞതാണ്. ആ ടെൻഡറുകാരനെ കളിപ്പിച്ചിട്ട് പോയി. അതിൽ എല്ലാവരുടെയും MLA ഉൾപ്പെടെ എല്ലാവരുടെയും കഴിവുകേടുണ്ട്. ഇവിടുത്തെ മെമ്പറാണേലും കൊള്ളാം, ബ്ലോക്ക് മെമ്പറാണേലും കൊള്ളാം, ജില്ലയുടെ ആണേലും കൊള്ളാം. പകുതി പണി ചെയ്തിട്ടിട്ട് അവർ പോയി. അവർ ഫണ്ടും മേടിച്ചു, പണി പൂർത്തീകരിച്ചിട്ടില്ല. അങ്ങനെ ഒരു പിന്നെ വെള്ളക്കെട്ട് സീക്കർ റോഡിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8-ാം വാർഡിലെ സീക്കർ റോഡിൽ നിന്ന് വെള്ളക്കെട്ടേ ഉള്ളൂ, ഓടയില്ല. അപ്പം വികസനത്തിൻ്റെ കാര്യത്തിൽ പിന്നോക്കമാണ് പറഞ്ഞു തന്നെ. കാരണം നമുക്ക് ഈ സീക്കർ റോഡിനെ കുറിച്ച് പ്രധാനമായിട്ട് പറയാം. ഇവിടെ ഒരു കോളനിയൊക്കെ ഉണ്ട്. ആ കോളനിയിലൊക്കെ നല്ല വികസനം നടക്കേണ്ടതാണ്. ആ കോളനിയുടെയൊക്കെ അവസ്ഥ നിങ്ങൾ പോയി ഷൂട്ട് ചെയ്ത് അത് കണ്ട് മനസ്സിലാക്കണം. കണ്ടില്ല ഈ റോഡൊക്കെ കിടക്കുന്നത് എല്ലാം നല്ല ഇതായിട്ടാണോ കിടക്കുന്നത്? മുഴുവനും കുണ്ടും കുഴിയുമായിട്ടാണ് കിടക്കുന്നത് മുഴുവനും. അല്ലാതെ നമ്മൾ എത്ര ഇവിടെ പഞ്ചായത്തിലെല്ലാം പറയുന്നുമുണ്ട് ഇതെല്ലാം ഒന്ന് നികത്തി തരാൻ, നല്ല വൃത്തിയാക്കി നീറ്റാക്കി തരാനെല്ലാം പറയുന്നുണ്ട്. അല്ലാതെ നമ്മൾ എന്ത് പറയുന്നത്? ഇത് കണ്ടില്ല, ഇവിടെ എല്ലാം കുഴിയല്ലേ. വെള്ളം ഇവിടെ കണ്ടോ, റോഡ് അവിടെ കണ്ടോ, റോഡ് മുഴുവൻ വെള്ളം കെട്ടിക്കിടക്കുക. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം മുഴുവനും അവിടെ കെട്ടിക്കിടക്കുക. നമുക്ക് വണ്ടി കയറി ഇങ്ങനെ റൗണ്ട് ചുറ്റി വരാനെല്ലാം ബുദ്ധിമുട്ടാകുമോ? ഇതുണ്ട് നമ്മുടെ ഇതെല്ലാം എടുത്തു, ഇതെല്ലാം ഫോട്ടോ എടുക്കുക, ഇതെല്ലാം എടുത്ത് കാണിച്ചു. 6 മാസമായല്ലോ വന്നിട്ട് നോക്കെ, ഇതെല്ലാം നോക്കി ഫോട്ടോ എടുക്കും. ചെയ്യാവുന്ന മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോഴും പരാതിപ്പെടുന്നുണ്ട്, പക്ഷേ ഗുണമൊന്നുമില്ല. അർജൻറ്റായിട്ട് ചെയ്യേണ്ടത് ഈ തെരുനായ ശല്യമാണ്. സ്റ്റാൻഡിനകത്ത് തെരുനായയുടെ ബഹളമാണ്. കോട്ടാങ്ങൽ പഞ്ചായത്ത് 5-ാം വാർഡിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇവിടെ വികസനങ്ങളൊക്കെ 100%. വികസനം എന്ന് പറഞ്ഞാൽ ഇപ്പം നാടിൻ്റെ സംബന്ധിച്ച് മൊത്തത്തിലൊരു വികസനമില്ല. എല്ലായിടത്തും നടക്കുന്നുള്ള വികസനങ്ങളൊന്നുമില്ല. പിന്നെ പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ കേന്ദ്രമുണ്ട്, ആരോഗ്യ പ്രാഥമിക കേന്ദ്രം. അവിടെ വേണ്ടത്ര സൗകര്യങ്ങളും ജോലിക്കാരുടെ കുറവ്, ഡോക്ടർമാരുടെ കുറവ്, ആംബുലൻസ് ഇല്ല. അങ്ങനെയൊക്കെ ജനങ്ങൾ കണ്ടമാനം ബുദ്ധിമുട്ടുന്നുണ്ട്. അതിനുവേണ്ടി മെമ്പർമാരായാലും MLA-മാരായാലും മന്ത്രിമാരായാലും ഇതൊന്നും ജനങ്ങളും ഒത്തുമ ഇതൊന്നും തയ്യാറെടുക്കുന്നു, കൈ ഇറങ്ങുന്നില്ല. എല്ലാ സൗകര്യങ്ങളും കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ വീടിരിക്കുന്നത് ഏത് വാർഡിലാണ്? 5-ാം വാർഡ്. നിങ്ങളുടെ വാർഡിലെ വികസനങ്ങളൊക്കെ 100% കഴിഞ്ഞിട്ടുണ്ട്? ഇല്ല. വികസനങ്ങളെന്ന് പറഞ്ഞാൽ വികസനങ്ങൾ ഒന്നും തന്നെ അങ്ങനെ നടന്നിട്ടില്ല. കാരണം ഇപ്പം ഈ ഇലക്ഷൻ വരുന്നതുകൊണ്ട് മാത്രം ഏതാനും അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി സിമെന്റ് ചൊലിച്ച് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു തുള്ളി വെള്ളം പോലില്ല, ഒരു കിണറടിച്ചിട്ടുണ്ട്. അങ്ങനൊക്കെയുള്ള ഇതേ ഉള്ളൂ. അല്ലാതെ വലിയ വികസന പരിപാടിയായിട്ടൊന്നും മറ്റു നാടുകളിൽ നടക്കുന്നതൊന്നും നടന്നിട്ടില്ല. നിങ്ങളുടെ വാർഡിലെ മെമ്പർ ഏത് പാർട്ടിക്കാരനാണ്? BJP. BJP-യുടെ മെമ്പറാണ് നിങ്ങളുടെ വാർഡിലെ നിലവിലുള്ളത്. കഴിഞ്ഞ 5 വർഷമായിട്ട് വികസനങ്ങളൊന്നും കാര്യമായിട്ട് BJP കാര്യമായിട്ടുള്ള വികസനങ്ങളൊന്നുമില്ല. കാരണം ഒരു പാർട്ടിക്കാരും ഇപ്പൊ ഈ 5 വാർഡായാലും അങ്ങനെ കാര്യമായിട്ടുള്ള വികസനങ്ങളൊന്നും. ഞങ്ങൾക്കൊക്കെ ഇപ്പൊ ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഈ വഴി ഇതൊന്നും ഇല്ല. ഈ ആശുപത്രിയുടെ കാര്യങ്ങൾ കുറെ കാര്യങ്ങൾ നിറവേറ്റിയതാണ്. എന്ത് ജനങ്ങൾ വന്നു കഴിഞ്ഞ് പോകുന്ന സ്ഥലമാണ്. കാരണം 10, 40, 50 കിലോമീറ്റർ അകലെ നിന്ന് ഇവിടെ ആൾക്കാർ വരുന്നുണ്ട്. നേരം ചോദിക്കും ഡോക്ടർമാരില്ല. 4 ഡോക്ടർമാരുള്ള ആശുപത്രിയായിരുന്നു. അവിടെ ആശുപത്രി ഡോക്ടർമാരില്ല. അതുപോലെ തന്നെ മരുന്നെടുത്ത് കൊടുക്കുന്ന ഒരു സ്റ്റാഫേ ഉള്ളൂ. അങ്ങനെയൊക്കെ പല പല ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ നമ്മുടെ ഈ സ്വരം കേൾക്കുന്നവരെ മന്ത്രിമാരായാലും MLA-മാരും അവരൊക്കെ ഇതിനകത്ത് മുൻഗണന എടുത്ത ഒരു ആംബുലൻസിൻ്റെ ഒക്കെ കുറവുണ്ട്. ഒരു എമർജൻസി ഒരു കേസായിട്ട് വന്നു കഴിഞ്ഞാൽ ആളുകൾ തന്നെ രക്ഷിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ കോട്ടാങ്ങൽ പഞ്ചായത്തിലൊരു മാതൃകാ ഭരണത്തിന്റെ ഒരു വാർഡെന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് ഏത് വാർഡാണ്? നിലവിൽ ഏറ്റവും നല്ല വികസനങ്ങൾ നടന്നിട്ടുള്ള ഒരു വാർഡെന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല വികസനം നടന്നിട്ടുള്ള വാർഡെന്ന് പറയുകയാണെങ്കിൽ വാർഡ് എത്രയാണെന്ന് നമുക്കറിയില്ല. വായ്പേറിയ ഒക്കെ നല്ല ഇതാണ്. വാർഡ് എത്രയാണെന്ന് ഇപ്പം ഈ വാർഡുകളൊക്കെ കൂടിയൊക്കെ വന്നാണ് എത്ര വാർഡാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നമ്മുടെ ഈ കോട്ടാങ്ങ പഞ്ചായത്ത് പോലെ ഒരു വാർഡ് ഞാൻ ഇത്രയും താഴ്ന്നു കിടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ പക്ഷേ 8-ാം വാർഡിലെ മെമ്പർ എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം ജയിച്ചതിന് ശേഷം ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഈ 8-ാം വാർഡിലേക്ക് അവരൊന്നും ചെയ്തിട്ടില്ല. അവർ പറയാൻ ഞങ്ങൾ വോട്ട് കാശ് കൊടുത്ത് വാങ്ങിച്ചതാണെന്നാണ് ഒറ്റ ഇതിലാണ് അവർ പറയുന്ന കാര്യങ്ങൾ മൊത്തം. കഴിഞ്ഞ പ്രാവശ്യം കോവിഡ് സമയത്ത് അവരുടെ പേപ്പർ പൊട്ടിച്ച് ഞാൻ തന്നെ കൊണ്ട് ചാനലിലേക്ക് പേപ്പർ പൊട്ടിച്ച് അവിടെ പഞ്ചായത്തിൻ്റെ പേപ്പർ കൊണ്ട് കൊടുത്തിട്ട് എനിക്കൊരു മെയിൻ്റെനൻസ് തരാമെന്ന് പറഞ്ഞിട്ട് പോലും ലാസ്റ്റ് എന്താ പറയുകയാണ് എനിക്ക് മീൻ വളർത്താൻ കുളം തരാമെന്ന്. 5 സെൻറ്റ് സ്ഥലത്തിന് അത് വെള്ളം പോലും ഇല്ലാതെ കിടക്കുന്നു. ഞാൻ
അങ്ങനെ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണ്. ഇതിനേക്കാൾ നല്ലതാണ് ഇവരെ പോലെയുള്ളവർ പക്ഷേ ജയിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഗുണമാണ് നാടിന് വേണ്ടി. എനിക്കതേ പറയാനുള്ളൂ, അല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ല. അല്ലാതെ ഇവരൊക്കെ എന്ന് വെച്ചാൽ ഇപ്പം പണത്തിന് വേണ്ടി അതിനും ഇതിനുമൊക്കെ ഇനിയിപ്പം പക്ഷേ ഇലക്ഷൻ വരുമ്പോൾ അത് ഇത് ചെയ്തെന്നും പറഞ്ഞ് എല്ലാം വരും. എല്ലാം ചുമ്മാ വെറും പിന്നെ ശേഷം ഇതിനു വേണ്ടിയുള്ള ഇതാണ്, ചുമ്മാ ജനങ്ങളെ ഒരുമാതിരി വിഡ്ഢികളാക്കാൻ വേണ്ടിയുള്ള ഇതിന് വേണ്ടി. അതാ ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഈ ഒരു പഞ്ചായത്തിൽ പൊതുവെ STP ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു അഭിപ്രായം ഒറ്റ മെമ്പറല്ലേ ഉള്ളൂ. ഒറ്റ മെമ്പർ ഉള്ളവരും അല്ലാത്ത മെമ്പർ കൂടുതലുള്ളവരും അവരല്ലേ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടി. കാരണം പഞ്ചായത്തിൽ ഒറ്റ മെമ്പറുള്ള ആൾക്കാർ അവർ ആ ഒരു വാർഡല്ലേ നോക്കാൻ ഒക്കത്തുള്ളൂ. അല്ലാതെ കണ്ട് കൂടുതൽ മെമ്പർമാരുള്ളവർക്കല്ലേ അവർക്ക് കൂടുതൽ പിന്നെ വികസനങ്ങൾ പക്ഷേ നടത്താൻ പറ്റത്തുള്ളൂ. ആന്നല്ലയോ, ഒറ്റ മെമ്പറുള്ളവർ അവരെ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവർക്ക് എന്തെങ്കിലും കിട്ടുന്നത് കൊണ്ട് അവർ എല്ലാ വാർഡുകളിലും നല്ല രീതിയിലാണ് എല്ലാം ചെയ്തേക്കുന്നത്. ഇനിയും അഥവാ പക്ഷേ STPക്കാർ അടുത്ത വർഷം പഞ്ചായത്ത് ഇലക്ഷൻ ഇനി കൂടുതൽ സീറ്റ് കിട്ടി വന്നാലും അവർ ചെയ്യേണ്ട കാര്യങ്ങൾ മൊത്തം അവർ ചെയ്യും. അതിന് യാതൊരു വ്യത്യാസമില്ല. അവർ കൈക്കൂലിയില്ല, അഴിമതിയില്ല, ഒന്നുമില്ല. അവർ ചെയ്യുന്നതെല്ലാം കറക്റ്റ് കാര്യങ്ങളായിരിക്കും. ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഉപകാരമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ മൊത്തം. ഇവിടെ വീടുകാർക്ക് വീട് കിട്ടിയിട്ടില്ല. ഈ 4000-ന്റെ വീട്, 4 ലക്ഷത്തിൻ്റെ വീടോ മറ്റോ 4-5 അനുവദിച്ചിട്ടുണ്ട്. അതിൽ ഒരാൾക്കോ മറ്റോ ഇതുവരെ അനുവാദമായിട്ടുള്ളതെന്നാണ് എൻ്റെ അറിവ്. പിന്നെ മറ്റ് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുള്ള ഒരു ഏരിയയാണ് ഇവിടെ. പിന്നെ റോഡുകൾ കേടുപാടുകളുണ്ട്. ചെറിയ റോഡ്, കൈ റോഡ്, അത് ശരിയാക്കിയാൽ കൊള്ളാം. അത്രേ പറയാനുള്ളൂ. കോട്ടാങ്ങൽ പഞ്ചായത്ത് ഇപ്പോൾ പൊതുവെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. നല്ല ഇതാണ്, കുഴപ്പമൊന്നുമില്ല. പിണറായി സർക്കാർ തന്നെ അധികാരത്തിൽ വരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നല്ല പ്രവർത്തനം തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പല്ലേ വരുന്നത്. കോട്ടാങ്ങൽ പഞ്ചായത്തിന്റെ നിലവിലത്തെ ഒരു ഭരണത്തെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് സാധാരണക്കാർ പങ്കുവെക്കുന്നത്. അഭിപ്രായം പറഞ്ഞവർ മണ്ടത്തരം പറഞ്ഞു എന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം അങ്ങനെയല്ല, ഇവിടെ ഇപ്പം പൊതുവെ നല്ലൊരു അന്തരീക്ഷത്തിലാണ് പോകുന്നത്. കാരണം ഇപ്പം നേരത്തെ പിന്നെ കോൺഗ്രസ് സർക്കാർ ഇരുന്ന സമയത്തൊക്കെ 600 രൂപ പെൻഷൻ കൊടുത്തൊക്കെ ഇപ്പോൾ 1800-ലേക്കായി. അങ്ങനെയൊക്കെ ഒരു പെൻഷൻ കൊടുക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നിന്നും കൊടുത്തിട്ടൊന്നും തരുന്നതല്ല, അല്ലാതെ തരുന്നതല്ലേ. അപ്പോൾ അതൊക്കെ ഒരു നല്ല കാര്യങ്ങളല്ലേ. പാവപ്പെട്ടവന് എത്രയോ ഗുണങ്ങളാണ്. അപ്പോൾ എത്രയോ വീടുകൾ കഴിയുന്നുണ്ട് അങ്ങനെ. പ്രാദേശിക വികസനത്തിന്റെ കാര്യത്തിൽ ഇവിടുത്തെ റോഡുകളുടെയും ബസ് സ്റ്റാൻഡിന്റെയും ഒക്കെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, കുറഞ്ഞ കാലമായിട്ടുള്ള ബസ് സ്റ്റാൻഡ് ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ട്, പക്ഷെ അതിന്റെ നിലവിലത്തെ ഒരു അവസ്ഥ തകർന്ന നിലയിലാണെന്നാണ് പറയുന്നത്. അങ്ങനെ മൊത്തത്തിൽ തകർന്നു എന്ന് നമുക്ക് പറയാൻ എൻ്റെ അഭിപ്രായമില്ല. ഇപ്പം എല്ലായിടത്തും ഉള്ള രീതി വെച്ച് നോക്കുമ്പോൾ വലിയൊരു മോശമെന്ന് പറയാനൊന്നുമില്ല. ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ് നല്ലൊരു ഭരണമാണ്. പിണറായി സർക്കാർ തന്നെ അധികാരത്തിൽ വരണം, അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. കോട്ടായ പഞ്ചായത്തിലെ നിലവിലെ ഭരണം എന്ന് പറഞ്ഞാൽ STPയുടെ പിന്തുണയോടാണ് ഇപ്പോൾ ഇടതുപക്ഷം ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഭരണം മഹാമോശമാണ്. പിന്നെ 6-ാം വാർഡിലെ മെമ്പറാണ് ഇപ്പോൾ ഇവിടെ മുൻപന്തി നിൽക്കുന്നത്. വാർഡ് തലത്തിൽ അന്വേഷിച്ച് നോക്കിയാലും റോഡുകളും വാട്ടർ സപ്ലൈ, കറണ്ട്, ലൈനിലെ വിളക്കുകൾ ഇതെല്ലാം ചെക്ക് ചെയ്ത് ഡെയിലി അല്ലെ മാസം തന്നെ ഇതെല്ലാം ക്ലിയർ ചെയ്യാറുണ്ട്. ഏതൊരാവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഞ്ചായത്തിൽ ചെന്നാലും 6-ാം വാർഡ് മെമ്പർ ഓക്കെയാണ്. STPയുടെ ഭരണം നടക്കുന്ന ഒറ്റ വാർഡേ അതുള്ളൂ. ബാക്കി ഇടതുപക്ഷം ഭരിക്കുന്നത് മൊത്തം അലമ്പാണ് ഇവിടെ. നിലവിലത്തെ ഈ പഞ്ചായത്തിലെ ഏറ്റവും അധികം വികസനം നടന്ന ഒരു വാർഡ് എന്നുള്ളൊരു ബഹുമതി പഞ്ചായത്ത് തലത്തിൽ 6-ാം വാർഡിനുണ്ടല്ലോ. അതെ. നിലവിലെ ഇവിടെ എല്ലാ പോക്കറ്റ് റോഡുകൾ, മെയിൻ റോഡാകട്ടെ എല്ലാം നല്ല അടിപൊളി, നല്ല രീതിയിൽ. CK റോഡ് എന്ന് പറഞ്ഞത് 3 കൊല്ലത്തോളം നശിച്ച് നാറാണക്കാലായിട്ട് കിടന്ന റോഡാണിത് ഇപ്പം ഈ നിൽക്കുന്നത്. ഇതിപ്പോൾ ഇത്ര ആയത് നമ്മുടെ മെമ്പറിൻ്റെ ഒറ്റ കഴിവുകൊണ്ടാണ്. STP ഇതിന് പുറകെ നിരന്തരമായി പോരാടി നേടിക്കൊടുത്ത ഒരു റോഡാണ് 6-ാം വാർഡിലെ ഈ CK റോഡ്. ഇതുവരെ നടന്നു പോകത്തില്ലായിരുന്നു. പിള്ളേർക്ക് ഒരു സ്കൂളുള്ള സ്ഥലമാണ്. യാത്രാ സൗകര്യം ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗം. ചുങ്കപ്പാറ കോട്ടാനിക്ക് പോകാൻ എളുപ്പം, ഒന്നാന്തരം വഴിയാണിത്. ഇത് ഇപ്പോൾ ആക്കിയത് ഇപ്പോഴത്തെ നമ്മുടെ 6-ാം വാർഡ് മെമ്പറിൻ്റെ ഒറ്റ പ്രയത്നം കൊണ്ടാണ് ഇത് ഇത്ര നല്ല രീതിയിൽ ആക്കിയത്. നിലവിൽ അടുത്ത ഒരു തിരഞ്ഞെടുപ്പ് ആണല്ലോ വരുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കുകയാണ്. വീണ്ടും ഒരു ഭരണം ഇവിടെ ആര് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഇത് 6-ാം വാർഡിനെ സംബന്ധിച്ചോളം ഒരു മാറ്റമുള്ള STPയുടെ കാൻഡിഡേറ്റ് ഇവിടെ ജയിച്ചിരിക്കും. അതിനകത്ത് വൻപിറ്റ ഭൂരിപക്ഷത്തോടെ ഇവിടെ നമ്മൾ STP ജയിച്ചിരിക്കും. അതിനകത്ത് ഒരു മാറ്റവും ഇല്ല.
കോട്ടാങ്ങ പഞ്ചായത്തിൻ്റെയും ആറാം വാർഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കോട്ടാങ്ങ പഞ്ചായത്തിലെ ഏറ്റവും മികച്ച ഒരു വാർഡാണ് ആറാം വാർഡ്. അതിൽ ഈ ഇപ്പോഴത്തെ 14 വാർഡിൽ ആൾക്കാർ ഈ ആറാം വാർഡിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ആറാം വാർഡിലെ വികസനങ്ങൾ, കോട്ടാങ്ങ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വാർഡുകൾ വികസനം നടത്തിയിട്ടുള്ള വാർഡ് ആറാം വാർഡാണ്. അതുപോലെ തന്നെ വാർദ്ധക്യ പെൻഷനുകൾ, അതുപോലെ തന്നെ അയൽക്കൂട്ടങ്ങൾക്കുള്ള പണികൾ, എല്ലാ സംഗതിയിലും മികച്ച സംഗതിയാണ് ജസീല സിറാജ് കാഴ്ചവെച്ചിരിക്കുന്നത്. 100% ആറാം വാർഡിൽ SDPI വിജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നിലവിൽ LDF ആണ് കോട്ടാങ്ങ പഞ്ചായത്ത് ഭരിക്കുന്നത്. തീരം മോശമായ ഭരണമാണ് കോട്ടാങ്ങ പഞ്ചായത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കോട്ടാങ്ങ പഞ്ചായത്തിൻ്റെ വികസന മുരടിപ്പാണ് മൊത്തത്തിൽ കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, പുതിയ പദ്ധതികൾ കൊണ്ടുവരാനോ പുതിയ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുവന്ന് ജനങ്ങൾക്ക് ഉപകാരം വരുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം കോട്ടാങ്ങ പഞ്ചായത്ത് നടക്കുന്നില്ല. അതൊക്കറിയാം. നിരന്തരമായി കുട്ടികൾ ആവശ്യപ്പെടുന്ന വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഒരു കളിക്കളം. കുട്ടികൾക്ക് കളിക്കാൻ സാധിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു കളിക്കളം റെഡിയാക്കി കൊടുക്കുവാൻ വേണ്ടി കോട്ടാങ്ങ ഗ്രാമപഞ്ചായത്തിനോ ഭരണസമിതിക്കോ സാധിച്ചില്ല. അതിന് മുൻകൈ എടുക്കുവാൻ വേണ്ടി കോട്ടാങ്ങ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വരുന്നില്ല എന്നാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത്. കോട്ടാങ്ങ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രധാനമായ ഒരു ജംഗ്ഷനാണ് കവലയുമാണ് ചുങ്കപ്പാറയുടെ ഹൃദയഭാഗത്താണ് ഈ ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ 6 മാസത്തിനുള്ളിലാണ് ഇതിൻ്റെ കോൺക്രീറ്റ് നടന്നത്. അത് ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ അത് ഇളകി യാത്രക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയിലേക്ക് ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ മാറിയിരിക്കുകയാണ്. തെറ്റില്ല. അതായത് ഈ കോട്ടാങ്ങ പഞ്ചായത്തിൽ ഈ 14 വാർഡുള്ളതിൽ ഇച്ചിരി മെച്ച ഇതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിക്കുന്നത്. ഈ ആറാം വാർഡ് പൊതുവെ ഇവിടുത്തെ ഈ SDPI പ്രവർത്തകരായാലും കൊള്ളാം, മറ്റുള്ളത് നോക്കുവാണെങ്കിൽ ഏത് തരത്തിലും ആറാം വാർഡ് നല്ല പുരോഗമനം തന്നെയാണ്. വേറെ ഒത്തിരി ഒന്നും പിടിക്കേണ്ട കാര്യമില്ല. നല്ല പുരോഗമനം തന്നെ. ഒന്നുമില്ല. ഇപ്പം ഈ പഞ്ചായത്തിൽ നിൽക്കുന്ന വേറൊരാളാണ് നിൽക്കാൻ പോകുന്നത്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ആ വാർഡിൽ വേറെ ആളാണ് നിൽക്കുന്നത്. മറ്റേ ഈ പുള്ളിക്ക് 8ാം വാർഡിൽ നിന്ന് ഒരാൾ 5 കൊല്ലം സ്ഥിരം ഉണ്ടായിരുന്നു. ആ പുള്ളിക്ക് ഒരു പുള്ളിയല്ല, ഒരു സ്ത്രീ ആയിരുന്നു. ആ പുള്ളിക്ക് സുഖമില്ലാതിരിക്കുമായിരുന്നു. ഈ ആശുപത്രിയിലൊക്കെ ആയിരുന്നു. അത് കണ്ടും ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നിലവിൽ ആ വാർഡ് ആരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇടതുപക്ഷം ആണ് നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. വന്നു. അപ്പോൾ ഇനി നിങ്ങളുടെ വാർഡിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തൊക്കെ വികസനങ്ങളാണ് വേണമെന്നുള്ളതാണ് ഒരു സ്ഥാനാർത്ഥികളോട് പറയാനുള്ളത്? സ്ഥാനാർത്ഥിയോട് പറയേണ്ട റോഡിന്റെ കാര്യത്തിൽ പറയാനുണ്ട്. അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഇനി നിങ്ങളുടെ ഒരു വോട്ട് നിങ്ങൾ ആർക്കാണ് കൊടുക്കുക എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഇടതുപക്ഷക്കാരനാ. അപ്പോൾ ഇടതുപക്ഷത്തിനാണ് വോട്ട്. ഒരു വാർഡെന്ന് ഈ പഞ്ചായത്തിലെ മാതൃകാപരമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയൊരു വാർഡ് ഏതാണ് പറയാൻ പറ്റുക? ഇപ്പം കഴിഞ്ഞ വേക്ക് ഈ 6-ലെ ഒരു സ്ത്രീ ആയിരുന്നു നിന്ന്, ഒരു കൊച്ചായിരുന്നു. ആ കൊച്ചു ഒരുമാതിരിപ്പെട്ടെല്ലാം പണി തീർത്തു, റോഡിന്റെ പണിയാക്കി അന്നേലും തീർത്തു. ഈ 6ാം വാർഡാണ് നിലവിൽ കോട്ടാങ്ങൽ പഞ്ചായത്തിലെ ഏറ്റവും നല്ല വാർഡ് ആന്നു. കോട്ടാങ്ങൽ പഞ്ചായത്തിന്റെ കക്ഷിനില എന്ന് പറയുന്നത് 5 വാർഡുകളിൽ ഇടതുപക്ഷവും 5 വാർഡുകളിൽ BJPയും 2 വാർഡുകളിൽ കോൺഗ്രസും 1 വാർഡിൽ SDPയുമാണ് ഉള്ളത്. നിലവിലത്തെ കക്ഷിനില അനുസരിച്ച് 2 തവണ കോട്ടാങ്ങൽ പഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ വളരെ കൃത്യമായിട്ട് ഇടതുപക്ഷത്തെ SDPയുടെ പിന്തുണയ്ക്കുന്ന ഒരു കാഴ്ചയും കാണാനിടയായിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ തിരഞ്ഞെടുപ്പിനിടയിൽ 2 തവണയാണ് പത്തനംതിട്ട ജില്ലയിലെ കോട്ടാങ്ങൽ പഞ്ചായത്തിൽ അവിശ്വാസങ്ങൾ നടന്നത്. ഈ 2 തവണ നടന്നിട്ടുള്ള അവിശ്വാസങ്ങൾക്കും SDPI ഇടതുപക്ഷത്തെയാണ് സപ്പോർട്ട് ചെയ്തത്. ആ പഞ്ചായത്തിലാണ് ഇന്ന് നമ്മൾ നിലനിൽക്കുന്നതെങ്കിലും ഈ പഞ്ചായത്തിന്റെ വികസനങ്ങളെ കുറിച്ച് ഇവിടെയുള്ള ജനങ്ങൾ പറയുമ്പോൾ വികസനം എന്നത് പേപ്പറിൽ മാത്രം ഒതുങ്ങി എന്നുള്ള കഥകളാണ് പറയുന്നത്. ആ ഒരു നിലയിൽ നിൽക്കുന്ന ഈ പഞ്ചായത്തിലെ 6ാം വാർഡിലെ ഒരു മെമ്പർ ഈ പഞ്ചായത്തിലെ മുഴുവൻ വാർഡിലുള്ള ആളുകൾക്കും ഒരു മാതൃകയാണെന്ന് ഇവിടെയുള്ള സാധാരണ ജനങ്ങൾ പറയുമ്പോൾ ഇടതുപക്ഷത്തിനും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിനും ഈ പഞ്ചായത്തിലെ 6ാം വാർഡ് മെമ്പറിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പറയുന്നത്. പക്ഷം പിടിക്കുന്നവർ പക്ഷം പിടിക്കട്ടെ,
പക്ഷം പിടിക്കാതിരിക്കുന്നവർ വികസനങ്ങൾ കൊണ്ടുവരട്ടെ. അത് തന്നെയാണ് പൊതുജനങ്ങൾക്കും പറയാനുള്ളത്.